ലോകം കണ്ട ഏറ്റവും നല്ലവനായ കള്ളനാണ് വിക്ടർ ഹ്യൂഗോയുടെ ക്ലാസിക്കൽ നോവലായ പാവങ്ങളിലെ ജീൻ വാലജിൻ. പട്ടിണി മൂലം വിശന്നു കരയുന്ന തൻ്റെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി അവൻ പട്ടണത്തിലെ മെത്രാനച്ചൻ്റെ അരമനയിൽ മോഷ്ടിക്കാൻ കയറുന്നു. കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നാട്ടുകാരും പോലീസും അവനെ പിടികൂടുന്നതും വിചാരണയ്ക്കായി മെത്രാന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതും. ഒരു നാട് മുഴുവൻ അവനിൽ കുറ്റം ആരോപിക്കുമ്പോൾ അവൻ്റെ നിസ്സഹായതയൂറുന്ന കണ്ണുകളിലേക്ക് നോക്കി മെത്രാൻ ഇപ്രകാരം പറഞ്ഞു: അവനെ വെറുതെ വിട്ടേക്കൂ. അവനിതൊരിക്കലും മോഷ്ടിച്ചതല്ല, പകരം ക്രിസ്മസ് സമ്മാനങ്ങളായി അവന് ഞാൻ നൽകിയതാണ് ഈ സാധനങ്ങളെല്ലാം. കരുണ വറ്റിപ്പോകുന്ന ആധുനിക ലോകത്തിൽ കരുണയുടെ വിപ്ലവം തന്നെ തീർക്കുകയായിരുന്നു പുരോഹിതശ്രേഷ്ഠൻ ആ ക്രിസ്മസ് രാത്രി. നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അവരുടെ ജീവിതത്തിൽ കരുണ തെളിയിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമാകുവാൻ നമുക്കും സാധിക്കുന്നുണ്ടോ? ദൈവം ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ കരുണയായ ക്രിസ്തുവിന്റെ ജനനത്തെ അനുസ്മരിക്കുന്ന ഈ ദിവസങ്ങളിൽ കാരുണ്യത്തിന്റെ ആൾരൂപങ്ങളായി മാറുവാൻ നമുക്കും പരിശ്രമിക്കാം. മേരി ക്രിസ്മസ്.